ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തിൽ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ 7 വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ പോവുകയാണ് സുപ്രീം കോടതി. ഇനിയിപ്പോൾ അറിയേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലമുണ്ടല്ലോ, അതിലൊരു തിരുത്ത് അത് പ്രതീക്ഷിക്കാമോ? നിയമമന്ത്രി ഇന്നലെയൊക്കെ പറഞ്ഞത് അതിനൊക്കെ സമയമില്ലേ എന്നാണ് ചോദിച്ചത്. സമയമില്ലേ എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്, കോടതി ഇന്നത് എടുക്കുന്നു എന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും എങ്ങനെയായിരിക്കും സർക്കാരിൻ്റെ ഒരു നടപടി? ആ സത്യവാങ്മൂലത്തിലൊരു തിരുത്ത് അത് പ്രതീക്ഷിക്കാമോ നമുക്ക്? തീർച്ചയായും കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സർക്കാരിന് വിശ്വാസികളുടെ നഷ്ടപ്പെട്ട വിശ്വാസം എങ്ങനെ തിരിച്ചെടുക്കാമെന്നതിന് ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി അതുപോലും വെട്ടിലാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളാന്റെ പിന്നാലെ വരുന്നു. അതിൽ കടുത്ത സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലുമായിരിക്കുന്നു സർക്കാർ. ഈ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ശബരിമല പുനഃപരിശോധന, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ വരുന്നത്. അത് സർക്കാരിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഘാതമെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഈ സമയത്ത്, ഈ വിജ്ഞാപനത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വരുമ്പോൾ ഏറ്റവും അധികം വിവാദമായ, സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമായൊരു വിഷയമാണ്. ഇടതുമുന്നണി സർക്കാരിൻ്റെ, നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ തിരിച്ചടി ഉണ്ടായത് എന്നതൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിലാണ്. അത് തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വരുമ്പോൾ സർക്കാർ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇന്നിപ്പോൾ ഈ ബെഞ്ച് പരിഗണനയ്ക്ക് വരുമ്പോൾ ഇന്ന് തന്നെ സർക്കാരിൻ്റെ ഒരു നിലപാട് അറിയിക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല. ഇതൊരു ഏത് സമയത്ത് ഇതിൻ്റെ ഒരു വിധി, ഇതിൻ്റെ തീയതികൾ തീരുമാനിക്കുന്ന അടക്കമുള്ള നിലപാടുകളായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടാകുക. ഒപ്പം തന്നെയും ഇതിൽ സർക്കാരിൻ്റെ അതായത് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ സർക്കാരിൻ്റെ സത്യവാങ്മൂലം പോലും ഇന്ന് പരിഗണിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. ഇതൊരു ബെഞ്ചിലേക്ക് വരുന്നു, സുപ്രീം കോടതി ബെഞ്ചിലേക്ക് ഇത് വരുന്നു എന്ന് മാത്രമാണ് ഈ പുനഃപരിശോധന ഹർജി. ആ ഒരു ആശ്വാസത്തിലാണ് CPM. പക്ഷേ എന്ത് തന്നെ ആയാലും, അതായത് ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു പുനഃപരിശോധന ഹർജി സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ രാഷ്ട്രീയത അത് വലിയ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷം സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. കാരണം സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ്. എന്നാൽ തൊട്ട് മുന്നേ ഇരുന്ന ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് വളരെ പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ കാലയളവിൽ പറഞ്ഞതാണ് ആ പുനഃപരിശോധന ഹർജി തിരുത്തുമെന്നും ആ നിലപാട് മാറ്റി സർക്കാർ കൊടുക്കുമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അതേപടി അനുസരിക്കുമോ അല്ലെങ്കിൽ ആ നിലപാടായിരിക്കുമോ സർക്കാർ എന്ന ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നത് പ്രതിപക്ഷം ഒരു ഭാഗത്ത്. അതിനപ്പുറത്തേക്ക് NSSും ശക്തമായ രീതിയിലൊരു സമ്മർദ്ദ തന്ത്രം തന്നെയാണ് കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. ആ സത്യവാങ്മൂലത്തിലെ മുൻ നിലപാട് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും G. സുകുമാരൻ നായർ പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ NSS സർക്കാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വേളയിൽ NSSന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, ഇതൊക്കെ തന്നെ സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കുകയാണ്. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിയും CPM-ലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇത് ഒരുപക്ഷെ ഇന്ന് സുപ്രീം കോടതിയിൽ ഒന്നും വന്നില്ല എങ്കിൽ പോലും തുടർ ദിവസങ്ങളിൽ എന്ത് നിലപാടുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഇനി ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒന്നുമല്ല ഈ അടുത്ത വാദത്തിലേക്കോ ഹിയറിംഗിലേക്കോ പോകുന്നതെങ്കിൽ കൂടിയും ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സജീവമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും മറ്റു പല ഹർജികളും ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ എടുക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങളാണ് അതൊക്കെ. 67 ഹർജികൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാനായത്. അതിൽ ശ്രദ്ധേയമായ മറ്റൊന്ന് മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനമാണ്. അത് രാഷ്ട്രീയ കേരളത്തിലും ചർച്ചയാവേണ്ട ഒന്ന് തന്നെയാണ്. ശബരിമല ഉള്ളതുകൊണ്ടായിരിക്കും അതിലേക്ക് കൂടുതൽ കടക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം ഇതെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല പോലെ തന്നെ എന്തെങ്കിലും ലഭിക്കുകയുണ്ടായോ ഇതിനോടകം?
ഇല്ല മായ, നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ ചർച്ചകളോ ഒന്നും തന്നെ നിലവിൽ സംസ്ഥാനം കേന്ദ്രീകരിച്ചൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിലേക്കൊന്നും ശ്രദ്ധ പോകുന്നില്ല. ശ്രദ്ധ മുഴുവനും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി വരുമ്പോൾ, പുനഃപരിശോധന ഹർജി വരുമ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾ മുഴുവനും നടക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചൂടേറിയ ഒരു ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് ഈ ഒരു സമയമാണ്, തെരഞ്ഞെടുപ്പ് വേള ആയതുകൊണ്ട് സർക്കാരിന്റെ നിലപാട് എന്താകുമെന്ന് എല്ലാവരും കാത്തിരിക്കുകയാണ്. നിയമമന്ത്രി പി രാജീവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതങ്ങനെ അത്ര കണ്ട് വേഗത്തിൽ പൊടുന്നനെ എടുക്കാൻ പറ്റുന്ന നിലപാടല്ല, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. എന്ത് നിലപാട് സ്വീകരിക്കും? സർക്കാരിനെ സംബന്ധിച്ച് ആ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിശ്വാസികൾ ഒപ്പം നിൽക്കുന്ന വിശ്വാസമൊക്കെ തന്നെ ചെയ്യുമ്പോൾ വിശ്വാസികൾ അകന്നു പോകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ നിലപാട് മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ അത് ആയുധമാക്കാം. ആ നിലപാടിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആ നിലപാടിൽ നിന്നൊക്കെ സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി വ്യതിചലിച്ചു എന്ന രീതിയിൽ ഒരു ആക്ഷേപം സർക്കാർ നേരിടേണ്ടി വരും. അതൊക്കെ കൊണ്ട് എന്ത് നിലപാട്, ഏതെങ്കിലും ഒരു നിലപാട് സർക്കാർ ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. മാറാത്തതായി ഒന്നുമില്ല എന്നാണ് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ സത്യവാങ്മൂലത്തിൽ നിലപാട് സ്വീകരിക്കും എന്ന് ചോദിക്കുമ്പോൾ മാറാത്തതായി ഒന്നുമില്ലല്ലോ, വിശ്വാസികളെ സംരക്ഷിക്കും, CPM ആയാലും സർക്കാരായാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് തന്നെയാണ്. ഈ ഒരു വേളയിലാണ് എന്ത് നിലപാട് CPM സർക്കാരും സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും അധികം ആകാംക്ഷ ജനിപ്പിക്കുന്നത്. ശരി, അൻഫിൽ ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്തുമോ എന്നറിയാനാണ് ഭക്തരും രാഷ്ട്രീയ കേരളവും ഒക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.